ഗോപി, ഈ സൈന്യത്തിന്റെ പരിശോധന, അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധന, ഇതിൻ്റെയൊക്കെ ഒരു ആക്കം കുറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ തന്നെ മന്ത്രി പറയുന്നു 160ഓളം ആളുകളെ കണ്ടെത്തേണ്ടതുമുണ്ട് എന്ന് പറയുമ്പോൾ നാം ഇതുവരെ സംഭവിച്ച ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസം ഇതിനുണ്ട്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ പുത്തുമലയിലാണെങ്കിൽ പോലും 5 പേരെ കാണാതായിട്ടുണ്ട്. പക്ഷേ 5 പേരുടെയും പേരുവിവരങ്ങൾ നമുക്കറിയാം. നിലവിൽ ഈ 160 പേരെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ മൃതദേഹങ്ങളും ശരീരഭാഗാവശിഷ്ടങ്ങളും ഒക്കെ കിട്ടുന്നതും കുറഞ്ഞു എന്ന് പറയുന്നു. ഇത്ര വലിയൊരു സംഖ്യ കാണാതായവർ അതിൻ്റെ ഒരു വിവരങ്ങളുമില്ലാതെ നമ്മുടെ മുന്നിലും നിൽക്കുന്നു. ഇത് ഒരു വലിയ വെല്ലുവിളിയല്ലേ? ഇത് സർക്കാർ നേരിടുന്ന വെല്ലുവിളിയാണ്. പക്ഷേ ഗ്രൗണ്ടിൽ അതിനൊരു പരിഹാരമാകേണ്ടത് സൈന്യമടക്കം ഇത്തരം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത്രയും വൈദഗ്ധ്യമുള്ള വിഭാഗത്തിൻ്റെ കാര്യക്ഷമമായ ഇടപെടലാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗോപി കാണുന്നുണ്ടായിരുന്നോ? എന്തോ ഒരു തടസ്സം, ഒരു പ്രതിസന്ധി ഉള്ള പോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ദുരന്തത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ വേണു സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ദുരന്തത്തിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ കാണാതായിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ ദുരന്തത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ടവർ, ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു കൃത്യതയോടുകൂടിയുള്ള സമഗ്രമായ ഒരു രേഖ സർക്കാരിന്റെ കൈവശം ഇല്ല എന്നതാണ്. ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ആശ്വാസം പകരാൻ വേണ്ടി നടത്തുന്ന നടപടികളിലും സർക്കാർ ഒരുക്കുന്ന മറ്റ് സംവിധാനങ്ങളും ഒക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരോടൊക്കെ എങ്ങനെയാണ് ഈ ദൗത്യം അല്ലെങ്കിൽ ഈ തിരച്ചിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മന്ത്രി രാജൻ പറഞ്ഞത് അവസാനത്തെ മൃതദേഹം പോലും കണ്ടെത്തുന്നവരെ ഈ തിരച്ചിൽ തുടരുമെന്നതാണ്. സത്യത്തിൽ അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അത് ഏറെക്കുറെ അപ്രായോഗികവും അസാധ്യവുമാണ്. അതിന് കാരണം ഇപ്പോൾ പോലും കൃത്യമായ ഒരു കണക്കില്ല എന്നതാണ് വേണു. അപ്പോൾ എത്ര പേർ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ശരിയായ കണക്ക് പോലും കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അവസാനത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നം, അതായത് ഇപ്പോൾ നമ്മൾ ഈ കണക്കുകൾ സർക്കാർ പറയുമ്പോൾ തന്നെ അനൌദ്യോഗികമായി ഇതായിരിക്കില്ല കണക്ക്, ഇതിൽ കൂടുതൽ ഉണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രശ്നം ഇതിലിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയായി വന്നിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഉള്ളവരുണ്ട്. അവരുടെ ഒന്നും ശരിയായിട്ടുള്ള പേര് വിവരങ്ങളോ കണക്കുകളോ സർക്കാരിന്റെ കൈവശം ഇല്ലാതെ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ സഹായധനം നൽകുന്ന കാര്യത്തിലായാലും പുനരധിവാസത്തിന്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ഇവർക്ക് ഇനി ഭാവിയിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള പാക്കേജുകളുടെ കാര്യത്തിലുമൊക്കെ സർക്കാരിന് കൃത്യതയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ തിരച്ചിലിനെയും ബാധിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ചൂരൽമലയിൽ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തിരച്ചിൽ നടക്കുക മാത്രമല്ല, അവിടെ ഒരു റെസ്റ്റോറേഷൻ കൂടിയാണ് നടക്കുന്നത്, അവരുടെ പ്രകൃതിയെ പുനഃസ്ഥാപനം കൂടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തിരച്ചിൽ എന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി അവിടെ നടക്കുകയാണ്. അപ്പോൾ തിരച്ചിലിന്റെ ഒരു ആക്കം കുറഞ്ഞിട്ടുണ്ട് എന്ന് ആ അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരും. അതിന് കാരണം ഇപ്പോൾ കിട്ടുന്നത് ശരീരഭാഗങ്ങളാണ്, അതും കിട്ടുന്നത് ചാലിയാറിന്റെ കൈവഴികളിലാണ്. അവിടെ തന്നെ പൂർണ്ണമായി തിരയാത്ത ഇടങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ ശരീരഭാഗങ്ങൾ കിട്ടുമ്പോൾ തന്നെ അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു മൃതദേഹമായി കണക്കാക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. പരാതിപ്പെട്ടവർക്ക് അപ്പുറത്തേക്ക് കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ കണക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ സൈന്യം ഉൾപ്പെടെ ഈ സംവിധാനത്തിൽ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ വീണു പറഞ്ഞത് കറക്റ്റാണ്. പുത്തുമലയിലാണെങ്കിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നതിന് കൃത്യമായ വിവരമുണ്ട്. ഇവിടെ ആ വിവരമില്ല. എത്ര പേർക്ക് ഈ ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിന് കൃത്യമായ കണക്കുകളുണ്ട്. ഇവിടെ ആ കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയും വലിയ പ്രതിസന്ധിയുമായി നിൽക്കുന്നുണ്ട്. അവിടെയാണ് സർക്കാർ ഇന്നിപ്പോൾ രാവിലെ ജില്ലാ കളക്ടറോട് ചോദിക്കുമ്പോഴും കളക്ടർ പറഞ്ഞത് തിരച്ചിലിന്റെ കാര്യത്തിൽ സർക്കാരാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. സർക്കാർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന സേന പറയട്ടെ, ഇനി തിരഞ്ഞിട്ട് കാര്യമില്ല, ഇനി തിരച്ചിൽ കൊണ്ട്
കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലായിരിക്കും സർക്കാർ ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സ്ഥലം പോലും ഇനി തിരയാതെ വിട്ടിട്ടുണ്ട് എന്ന ഒരു പരാതി ഉണ്ടാകരുത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും തിരച്ചിൽ പോകണം. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. വേണു പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. അങ്ങനെ ഒരു അവ്യക്തമായ ചിത്രമാണ് വയനാട്ടിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അത് സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ്. ശരി, ശ്രീ ഷംസാദ് മരിക്കാറ്, എന്താണ് ഈ 160 വരെ കണ്ടെത്തുന്നതിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? ഇപ്പോൾ ചാലിയാർ വഴി വലിയൊരു സംഖ്യയോളം മൃതദേഹങ്ങൾ കിട്ടുന്നു, മൃതദേഹാവശിഷ്ടം കിട്ടുന്നു. അത് ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രകൃതിയുടെ ഒരു ഭാഗത്തു നിന്ന് തന്നെ കിട്ടുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടല്ല ഒന്നും കണ്ടെത്തുന്നത്. അതുകൂടെ കണ്ടെത്തപ്പെടാതിരുന്നെങ്കിൽ ഈ പറയുന്ന കാണാതായവരുടെ സംഖ്യ എത്രത്തോളം പെരുകുമായിരുന്നു. അപ്പോൾ ഇവിടെ നാം മനുഷ്യരെന്ന നിലയിൽ അവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ സൈനിക വിഭാഗങ്ങളൊക്കെ എത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നതിൻ്റെ ഓഡിറ്റിംഗ് എടുക്കേണ്ട സമയമാണ്. 160 പേർ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്ന ഘട്ടമാണിത്. എന്തുകൊണ്ടാണ് അതിലൊരു ശാസ്ത്രീയ പരിശോധന അടക്കം പാളുന്നത്? കൂടാതെ ഇന്നലെ റവന്യൂ മന്ത്രി പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ചിത്രം ഇപ്പോഴത്തെ ചിത്രം ഇതെല്ലാം വെച്ചുകൊണ്ട് -2 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള വ്യത്യാസം ഈ പറയുന്ന ഉയർച്ച താഴ്ച ആ ഭൂമിക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കാര്യമായി താഴ്ന്ന മേഖലയിൽ ഗൗരവത്തോടെയുള്ള പരിശോധന നടത്തും. ഇങ്ങനെയൊക്കെ വാക്കാൽ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ടായാലും ഈ പറയുന്ന ഈ സൈന്യമടക്കമുള്ളവർ ചെന്ന് കായികമായി നേരിട്ടായാലും നടത്തുന്ന പരിശോധന എന്തുകൊണ്ട് കാര്യക്ഷമമാകുന്നില്ല? ആദ്യം നമുക്ക് ഈ ഡെഡ് ബോഡികൾ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഒന്ന് ചൂരൽമല സ്കൂൾ റോഡിൻ്റെ പ്രദേശത്ത് നിന്നാണ്. അവിടെ വേണു പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡികൾ നമ്മൾ റിക്കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് ചെയ്തത്. പിന്നെ നമുക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് വില്ലേജ് ഓഫീസ് റോഡ് കേന്ദ്രീകരിച്ചാണ്. കാരണം പുഴ തിരിഞ്ഞൊഴുകിയത് കൊണ്ട് അവിടെ വന്ന മൃതദേഹങ്ങളാണ്. 3 നമുക്ക് കിട്ടിയത് വീടുകളിൽ അകപ്പെട്ടു പോയതും ആളുകളാണ്. 4 നമുക്ക് മൃതദേഹങ്ങൾ കിട്ടിയത് ചാലിയാറിൻ്റെ ഒഴുക്കും ചാലിയാർ പ്രദേശങ്ങളിൽ നിന്നുള്ള മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും നമുക്ക് കിട്ടി. 5 നമ്മൾ മണ്ണിൽ നിന്നും എടുത്തത്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രക്ഷാപ്രവർത്തകരെ എടുത്ത ഈ രീതിയിലാണ് നമുക്ക് മൃതദേഹങ്ങൾ നമുക്ക് ലഭിച്ചത്. നിലവിൽ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരിക്കുന്ന മണ്ണിൻ്റെ അളവ് കയറിയ മണ്ണിൻ്റെ അളവ് വലിയ തോതിലാണ്. ആ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇനിയും സാധ്യതയുണ്ട്. കാരണം അത്രയും മണ്ണ് മാറ്റിയാൽ മാത്രമേ അതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രാദേശികമായി അവിടുത്തെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകൾ ചില ലൊക്കേഷൻസ് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ഒരു സാധ്യതയും നിഗമനവും ഒക്കെ വെച്ച് ആ രീതിയിലും നമ്മൾ തിരഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ മിസ്സായ ആളുകളുടെ എണ്ണം അതിനകത്തൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ നമുക്ക് ഇത്രയും ദിവസമായിട്ടും പറ്റിയില്ല. കാരണം അതിനകത്തുണ്ടായിരിക്കുന്നൊരു പ്രശ്നം ഉണ്ടായത് എത്ര ആളുകൾ എത്ര വീടുകൾ എന്നുള്ളത് പോലും ഇപ്പം നമ്മൾ പറയുന്നത് 350 വീടുകൾ പൂർണ്ണമായും നഷ്ടമായി എന്നും 120 വീടുകൾ ഭാഗികമായി നഷ്ടമായി എന്നുള്ളത്. അപ്പോൾ വീടുകൾ ഏകദേശം അഫക്റ്റ് ചെയ്തത് ഇത്രയാണെന്ന് പറയുന്നു. അവിടെ ആരൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അവിടെ എത്ര ആളുകളുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ഇപ്പോൾ ക്യാമ്പിലുണ്ട്, എത്ര പേര് ആശുപത്രിയിലുണ്ട് എന്നുള്ളതും എത്ര പേരുടെ ഭൗതിക ശരീരം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ ഒരു മിസ്സിംഗ് കേസ് നമുക്ക് കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശവമടക്ക് നടത്തിയിരിക്കുന്നത് മൃതദേഹ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അതിൽ നമുക്ക് DNA പരിശോധന പൂർത്തിയായാൽ മാത്രമേ നമുക്കത് മിസ്സായ ആളുകളുടേതാണോ എന്നറിയുള്ളൂ. ഇനി ഒരേ ശരീരത്തിൻ്റെ തന്നെ 2 പാർട്സ് നമ്മൾ വെവ്വേറെ മന്ത്രിമാരും ഇന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ചോദ്യം, ഈ ഇന്നിപ്പോൾ ADGP അജിത് കുമാർ അടക്കം പറയുന്നുണ്ടായിരുന്നു ചാലിയാറിൽ നിന്ന് വിശദമായ പരിശോധന നടത്തും. ഇന്നിപ്പോൾ ഈ പ്രത്യേകമായ ഹെലികോപ്റ്റർ പരിശോധനയൊക്കെ നടക്കുകയുണ്ടായല്ലോ, ആ ഭാഗം മുഴുവൻ കാണാം എന്നാണ് പറയുന്നത്. ഇന്ന് മാത്രമല്ല കാര്യമായി വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എവിടെയും ഇനി മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ തടഞ്ഞു നിൽക്കുന്ന സാഹചര്യമില്ല എന്നും ADGP പറയുന്നുണ്ടായിരുന്നു. പിന്നെ നാം തിരയേണ്ടത് എവിടെയാണ്? 160 വരെ തിരയേണ്ട സ്ഥലം എവിടെയാണ്? അത് ഈ മണ്ണിൽ തന്നെയല്ലേ? അല്ല, അദ്ദേഹം ഈ കുത്തൊഴുക്കില്ല, അവിടെ പ്രയാസമില്ല എന്ന് പറയുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടുള്ള ചെറിയ കുഴികളുണ്ട്, അവിടെ വെള്ളം ഡംപ് ചെയ്യുന്ന കുഴികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വാട്ടർഫാൾസൊക്കെ ആരംഭിക്കുക. അങ്ങനത്തെ കുഴികളുണ്ട്. ആ കുഴികളിൽ മൃതശരീരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ മൃതശരീരങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകും.
അത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നായകളുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടിയും പ്രോപ്പറായി ഇനിയും നമ്മൾ തിരയേണ്ടി വരും. കാരണം പുത്തുമലയിൽ നമ്മൾ 15 ദിവസമാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. പുത്തുമലയിൽ നമുക്കവിടെ ഒന്ന് തുടക്കത്തിൽ പറഞ്ഞാൽ ലിമിറ്റഡായ സ്പേസാണ്, എത്ര ആളുകളെന്ന് കൃത്യമായ കണക്കുണ്ട്, അഫക്റ്റ് ചെയ്ത് എത്ര ആളുകൾ എന്നുള്ള കൃത്യമായ ധാരണയിൽ നമ്മൾ തിരഞ്ഞത് 15 ദിവസം. എന്നിട്ട് നമുക്ക് 5 പേരത് കിട്ടാനുണ്ട്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നമ്മളുടെ കണക്ക് പോലും ഇപ്പോഴും പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കണക്കും നമ്മളുടെ കയ്യിൽ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കണക്ക് ഈ എസ്റ്റേറ്റിൽ പണിക്ക് വന്നവരുണ്ടാകാം, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വന്ന ആളുകളുണ്ടാവാം, റിസോർട്ടിൽ പരമാവധി വയനാട്ടിലെ റിസോർട്ടുകളിലൊക്കെ ഇപ്പം അതിഥി തൊഴിലാളികളാണ് സ്റ്റാഫായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡാറ്റ നമുക്ക് ഇതുവരെ പ്രോപ്പറാക്കാൻ പറ്റിയില്ല. ആ എണ്ണം എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ കണ്ടെത്തണം. പക്ഷെ അതിന് നമ്മുടെ അടുത്തൊരു ഡാറ്റയും ഇല്ല എന്നുള്ളതാണ്. ഒരു ഡാറ്റ ഒരു പഞ്ചായത്ത് രജിസ്റ്ററോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു ഡാറ്റയും ഇല്ല. അവിടുത്തെ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ ഡാറ്റ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ആ ഡാറ്റ കൂടി എടുക്കുമ്പോൾ ആണ് നമുക്ക് മിസ്സായ ആളുകളെ നമുക്ക് പൂർണ്ണമായും അറിയാൻ പറ്റുകയുള്ളൂ. തെരച്ചിൽ നടത്തേണ്ടത് ആ പ്രദേശത്തെ മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ്. ഇപ്പോൾ ചൂരൽമലയിലാണെങ്കിൽ സ്കൂളിനോട് ചേർന്ന് എല്ലാം ഒഴുകി വന്ന് അടിഞ്ഞത് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് കൂടുതൽ തിരയേണ്ട ഒരു സാഹചര്യമുണ്ട്. വില്ലേജ് ഓഫീസ് റോഡ് നന്നായി തിരയേണ്ട, വില്ലേജ് ഓഫീസിനോട് തിരയേണ്ട ഒരു സ്ഥലമാണ്. അല്ല, കാര്യക്ഷമമായി തിരയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 160 ആളുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ എണ്ണമല്ല. നമ്മൾ ആ എണ്ണം ആളുകളെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രയാസം, അവരിപ്പോഴും കാത്തിരിക്കുകയാണ് മൃതദേഹമായിട്ടെങ്കിലും ഉറ്റവരെ കിട്ടുമെന്നുള്ളത്. അവരോടെന്ത് പറയാനാണ് നമ്മൾ? അപ്പം നമ്മൾ തെരച്ചിലിൽ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം ഉപയോഗിക്കാം, അത് തിരയാം. പക്ഷെ മണ്ണിൻ്റെ അടിയിലേക്ക് കൂടുതൽ എത്തുക എന്നുള്ളതാണ് ഇനി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുക. അപ്പം നമ്മൾ ചില ആളുകൾ പറയും ഈ മിസ്സായ ആളുകൾ കുഴപ്പമില്ല, മൃതദേഹമാണെങ്കിലും ഇനി അത്രയും കാലത്തെ ഒരു പ്രയാസകരമായ അവസ്ഥയിലായിരിക്കുമെന്നൊക്കെ പറയും. പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പം ഇന്നും ആളുകൾ ഇവിടെ ഓരോ മൃതദേഹങ്ങൾ വരുമ്പോൾ, ഒരു ശരീരത്തിൻ്റെ ഭാഗം വരുമ്പോൾ അവർ DNA കൊടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോഴും അവരുടെ ആളുകൾ എവിടെയെന്നുള്ള ഒരു തെരച്ചിലുണ്ട്. ഇപ്പം നമ്മൾ പുത്തുമലയിൽ അവസാനം നമ്മൾ ചെയ്തത് തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായത്, ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, സൂചിപ്പാറ വഴിയൊക്കെ. അങ്ങനെ ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഞാൻ ഊർജിതമല്ല എന്നുള്ള വാദമൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. സൈന്യം, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരു ടീമായി ഇത് ചെയ്യണം.